ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് US ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ B1 B2 വിസയുടെ ഇൻ്റർവ്യൂ പ്രൊസീജിയർ, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, പിന്നെ ഈ പ്രൊസീജിയറിൻ്റെ സമയത്തുണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ്, പിന്നെ യഥാർത്ഥത്തിൽ നമുക്കൊരു ഏജൻറ്റിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം US ടൂറിസ്റ്റ് വിസ, അതായത് B1 B2 കാറ്റഗറിയിലാണ് ഈ വിസ കിട്ടുന്നത്. 10 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. പിന്നെ ഞാൻ മെയിൻലി കേട്ടിട്ടുള്ളത് സ്റ്റുഡൻറ്റ് ടൈമിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ റിജക്ഷൻ റേറ്റ് വളരെ കുറവായിരിക്കും എന്നാണ്. പക്ഷേ ഞാൻ വർക്ക് പെർമിറ്റ് ഉള്ള സമയത്താണ് അപ്ലൈ ചെയ്തത്. പക്ഷേ എനിക്കധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ കിട്ടി. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഒരു കിടിലം ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വിസ ഉണ്ടെങ്കിൽ US നിൽക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് US വഴിയാണ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുക്കുന്നതെങ്കിൽ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ആകാനുള്ള സാധ്യത കുറവാണ്. കാരണം US വിസ ഉണ്ടെങ്കിൽ ആസ് എ ട്രാവലർ നമ്മുടെ ക്രെഡിബിലിറ്റി കൂടും. പിന്നെ ലാസ്റ്റായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടർ. US ടോപ്പ് ലെവൽ ഹെൽത്ത് കെയർ ആണ് ഉള്ളത്. എക്സ്പെൻസീവ് ആണ്, പിന്നെ അത് ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പം കമ്മിങ് ടു ദ പ്രൊസീജിയർ. സോ ഇതിനു വേണ്ടി നമ്മൾ DS-160 എന്ന് പറഞ്ഞ ഫോം ഫില്ലപ്പ് ചെയ്യണം ഓൺലൈനായിട്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്, നമുക്ക് ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിന് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട്, ഒരു ഫോട്ടോ, പിന്നെ അഡ്രസ് പ്രൂഫ്, പിന്നെ നമ്മുടെ കറണ്ട് സ്റ്റേറ്റസ്, സ്റ്റഡി പെർമിറ്റോ വർക്ക് പെർമിറ്റോ ആവാം. പിന്നെ ഫോട്ടോയുടെ അവർ പറയുന്ന ഡയമെൻഷൻസ് ഉണ്ട്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റേപ്പിൾസ് പോയി എടുക്കുന്നതാണ്. കാരണം നമുക്ക് PR ആയിക്കോട്ടെ, ONIP ആയിക്കോട്ടെ, US വിസയ്ക്ക് ആയിക്കോട്ടെ, അവരുടെ സിസ്റ്റത്തിൽ തന്നെ ആ ഒരു ഡയമെൻഷൻസ് കിടപ്പുണ്ട്. സോ പറയുമ്പോൾ തന്നെ അവരതങ്ങ് എടുത്തു തരും. സോ അതായിരിക്കും സിമ്പിൾ. നമുക്ക് ഡിജിറ്റൽ ഫോട്ടോ മതി കേട്ടോ. പിന്നെ അപ്പം വേറെ ഏതൊരു സ്ഥലത്തിനേക്കാളും എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് സ്റ്റേപ്പിൾസ് തന്നെയാണ്. സോ ഈ വിസയുടെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആപ്ലിക്കേഷൻ ഫീ കൊടുത്തതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കണം. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഫീ പോയി. സോ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചില ഏജന്റുമാർക്ക് $200 കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരത്തെയുള്ള ഒരു ഡേറ്റ് ഒക്കെ എടുത്തു തരുമെന്ന്. പക്ഷെ അത് എത്രമാത്രം ജെന്യൂൻ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വഴി തന്നെ ചെക്ക് ചെയ്യുമായിരുന്നു, അതായത് സ്ലോട്ട് ഓപ്പൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ അപ്പോൾ എനിക്ക് ഫസ്റ്റിലെ 2026 ടൊറൻഡോയിൽ ആണ് ഡേറ്റ് കിട്ടിയത്. പിന്നെ ഞാൻ ചെക്ക് ചെയ്തു, എനിക്ക് 2026 ജൂലൈയിൽ ഹാലിഫാക്സിൽ കിട്ടി. പിന്നെ 2025 സെപ്റ്റംബറിൽ ഹാലിഫാക്സിൽ കിട്ടി. അങ്ങനെ ലാസ്റ്റ് എനിക്ക് 2024 തന്നെ ഓഗസ്റ്റിൽ എനിക്ക് ഡേറ്റ് കിട്ടിയത് ടൊറൻഡോയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 2023 സെപ്റ്റംബറിലാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ എന്നിരുന്നാലും എനിക്ക് കിട്ടി. സോ മാക്സിമം നിങ്ങളും സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്കറിയില്ല ഇവർ എത്രമാത്രം ജെന്യൂൻ ആണെന്നും അറിയില്ല. പിന്നെ മാക്സിമം നമുക്ക് അടുത്തുള്ള ഒരു ലൊക്കേഷനാണ് കിട്ടുന്നതെങ്കിൽ ട്രാവലൊക്കെ ഒഴിവാക്കാം. ഇനി ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് കൊണ്ടുപോയ ഡോക്യുമെൻറ്റ്സ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DS-160 കൺഫർമേഷൻ ഫോം. രണ്ടാമത്തത് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ. ഇതിൻ്റെയൊക്കെ ബാർകോഡ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. പിന്നെ 2 ഫോട്ടോ റീസെൻ്റ് ആയിട്ട് എടുത്തത് ഹാർഡ് കോപ്പി. പിന്നെ വന്നിട്ട് സ്റ്റേറ്റസ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ളത്, അത് സ്റ്റഡി പെർമിറ്റ് ആവാം, വർക്ക് പെർമിറ്റ് ആവാം. പിന്നെ അഡ്രസ് പ്രൂഫ്. ഇതൊക്കെയാണ് കൊണ്ടുപോയത്. പിന്നെ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റിൻ്റെ തലേ ദിവസം തന്നെ ഒരു മെയിൽ വരും. അതിൽ തന്നെ ക്ലിയർ ആയിട്ട് ഏതൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു അഡീഷണൽ ആയിട്ട് എന്താ പറയുക, എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, പിന്നെ 2-3 പേ സ്റ്റെപ്പൊക്കെ എടുത്തു. പക്ഷെ അതിനൊന്നും ആവശ്യം വന്നില്ല. അപ്പം ഇൻ്റർവ്യൂവിൻ്റെ അന്ന്, അപ്പം എനിക്ക് മോർണിംഗ് 8:30 ആയിരുന്നു ഇൻ്റർവ്യൂ. ഞാനൊരു 20 മിനിറ്റ് മുമ്പേ എത്തി. അപ്പം സെക്യൂരിറ്റി വിളിക്കുന്നത് ടൈം സ്ലോട്ട് അനുസരിച്ചാണ്. അതായത് 8 o'clock അപ്പോയിൻമെൻ്റ് ഉള്ളവരെ ഫസ്റ്റ് വിളിക്കും, അതിനുശേഷം 8:15, അതിനുശേഷം 8:30. അപ്പം ഫസ്റ്റ് എൻട്രൻസിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റാഫ് കാണും. അപ്പം നമ്മൾ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ പാസ്പോർട്ട് വെച്ചിട്ട് നമ്മുടെ പേര് പറയണം. അപ്പോൾ അവരത് കൺഫേം ചെയ്തതിനു ശേഷം നമുക്ക് എൻട്രി കിട്ടും. ഈ ഓഫീസിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഗാഡ്ജറ്റ്സോ ബാഗോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് ഉള്ള ഫയൽ അല്ലാതെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് ഒരു എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കാണ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെട്ടി തരും, അതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വെക്കണം. അതിനുശേഷം മറ്റേ എയർപോർട്ടിൽ ചെയ്യുന്ന ഈ സെക്യൂരിറ്റി ചെക്കും ചെയ്യും. അതിനുശേഷം അടുത്തതിലോട്ട് പോകും. അടുത്ത സ്റ്റേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റാഫുകൾ കാണും. അവർ നമ്മുടെ ഫോട്ടോയും പാസ്പോർട്ടും ചോദിക്കും. എന്നിട്ട് ഫോട്ടോ കറക്റ്റ് ഡയമെൻഷൻ ആണെങ്കിൽ അകത്തോട്ട് കയറ്റി വിടും.
അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂവിൽ നിൽക്കുന്നത് ഒരു 40 മിനിറ്റ്സോളം തോന്നി. പക്ഷെ അതിനുശേഷം ഈ ഒരു ടോട്ടൽ പ്രൊസീജിയർ 15 മിനിറ്റ്സിലുണ്ട് തീരും. വലിയ സമയമൊന്നും എടുക്കത്തില്ല. ശേഷം എനിക്കൊരു ബാങ്കിൽ കയറിയ ഫീലാണ് തോന്നിയത്. അതായത് 3 കൗണ്ടർ ഉണ്ട്. സോ ഫസ്റ്റ് കൗണ്ടറിൽ നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ സ്റ്റേറ്റസ് ഡോക്യുമെന്റും കൊടുക്കണം. ഇവിടാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോഴ്സിൽ കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കോപ്പ് വർക്ക് പെർമിറ്റും കിട്ടും, അതിനുശേഷം വർക്ക് പെർമിറ്റും കിട്ടും. അപ്പം ഈ കോപ്പ് വർക്ക് പെർമിറ്റിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കഴിയുമ്പോൾ തന്നെ തീർന്നു. അതുകൊണ്ട് തന്നെ അതങ്ങ് മാറ്റി വെച്ചോണം. ചില ആൾക്കാർ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന പല സ്ഥലത്തും ഈ കോപ്പ് വർക്ക് പെർമിറ്റ് ആണ് ട്രൈ ചെയ്യുന്നത്. സോ നമ്മൾ ഈ TRV അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇതേപോലത്തെ വിസ അപ്പോയിന്റ്മെന്റ് പോകുന്ന സമയത്തും വർക്ക് പെർമിറ്റ് തന്നെ കൊണ്ടുപോകണം. കാരണം കോപ്പ് വർക്ക് പെർമിറ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞതാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആ സെക്കൻഡ് കൗണ്ടറിൽ പോകുന്ന സമയത്ത് നമ്മൾ ബയോമെട്രിക് ചെയ്യും. അതിനുശേഷം തേർഡിലാണ് ഇന്റർവ്യൂ. എന്നോട് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് എന്താ പറയുക, എന്തിനാ US പോകുന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഡിസ്നി ലാൻഡ് കാണാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് പോകണമെന്ന് വെച്ചു. പിന്നെ അതിനുശേഷം ഇവിടുത്തെ സ്റ്റേറ്റസ് എന്താണെന്ന് ചോദിച്ചു, എന്താ ജോലി എന്ന് ചോദിച്ചു, ഏത് കോഴ്സാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അതിനുശേഷം അവിടെ റിലേറ്റീവ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അതിനുശേഷം ഇത്രയും ചോദ്യം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പാസ്പോർട്ട് വാങ്ങിച്ചു. കാരണം ഇത്രയും ക്യൂ ഉണ്ട്, ഇവർക്ക് ഈ പ്രോസസ്സ് മാക്സിമം സ്പീഡപ്പ് ആക്കണം. അപ്പോൾ അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സോ അങ്ങനെ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവർ പറഞ്ഞു യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. പാസ്പോർട്ട് വാങ്ങിച്ചതിനർത്ഥം വിസ അപ്രൂവ് ആയെന്നാണ്. ഇല്ലെങ്കിൽ അവരപ്പം തന്നെ പാസ്പോർട്ട് റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് തരും. അപ്പം അവർ പ്രത്യേകിച്ച് സ്ലിപ്പൊന്നും തിരിച്ച് തരില്ല. കാരണം അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചു, അയ്യോ തിരിച്ച് സ്ലിപ്പൊന്നും കിട്ടിയില്ല, അപ്പം കളഞ്ഞു എന്ത് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല, ഉറപ്പായിട്ടും കിട്ടും. അപ്പം 10 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പാസ്പോർട്ട് ഡെലിവേർഡ് ആവും. സോ നമുക്ക് ഇന്റർവ്യൂവിന് മുമ്പേ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അപ്പം നമുക്ക് ഈ ഇന്റർവ്യൂവിന് മുമ്പേ തന്നെ ഓപ്ഷൻ ഉണ്ട് ഇതെങ്ങനെ ഡെലിവറി ചെയ്യണമെന്ന്. സോ 2 ഓപ്ഷൻ ഉള്ളത്. ഒന്ന് നമുക്ക് പറഞ്ഞാൽ പിക്കപ്പ് ചെയ്യാം. അപ്പോൾ ഇവർ പറയുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയി നമുക്ക് പിക്കപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചും കൂടെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യും. അപ്പം ഞാനാണെങ്കിൽ പിക്കപ്പിനെ കൊടുത്തിരുന്നത് ടൊറൻറ്റോയിൽ തന്നെയായിരുന്നു. അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ 1 കൊല്ലം മുമ്പേ അപ്ലൈ ചെയ്ത സമയത്ത് ഏത് അഡ്രസ്സാണോ വെച്ച് അതിൻ്റെ ഒറിജിനൽ ID പ്രൂഫ്, അത് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെയായിരുന്നു, അതും കൊണ്ടുപോയി എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ടെനൻ്റ് ആണല്ലോ, അപ്പോൾ അഡ്രസ്സ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ അഡ്രസ് പ്രൂഫും കൂടെ കൊണ്ടുപോയി. കാരണം ഈ അപ്ലൈ ചെയ്ത സമയത്ത് അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ തരത്തുള്ളൂ. അപ്പം നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള അഡ്രസ് പ്രൂഫ് ഒരു കാരണവശാലും കളയരുത്. അങ്ങനെ അഡ്രസ് പ്രൂഫുമായിട്ട് 10 ദിവസം ഞാൻ കാനഡ പോസ്റ്റിൽ പോയപ്പോൾ എനിക്ക് ഡെലിവേർഡായി. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.